ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഫ്രോൺസ് ആണ്. ഇതിൽ ഫ്രോൺസിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ CNG പതിപ്പാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അത് മാത്രമല്ല ഏറ്റവും ബേസ് മോഡലാണ്, അതായത് ബേസ് മോഡലിൽ നമുക്ക് CNG അവൈലബിൾ ആണ്. രണ്ട് വേരിയൻസിലാണ് നമുക്ക് CNG പതിപ്പ് വരുന്നത്. ബേസ് മോഡലിൽ സിഗ്മയിലും വരുന്നുണ്ട്, അതേപോലെ ഡെൽറ്റ വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ CNG തന്നെ നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് CNGയിലേക്ക് പോകുന്നത്. മൈലേജ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം CNGയിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു മൈലേജിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു തുടക്കത്തിലുള്ള രണ്ട് വേരിയൻസിലാണ് ഈ ഒരു CNG നമുക്ക് ഈ ഒരു ഫ്രോൺസ് എന്ന വാഹനത്തിൽ കിട്ടുക. ഈ കിടക്കുന്നത് ഏറ്റവും ബേസ് ആണ്. ഈ ഒരു ബേസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നോർമൽ ഒരു പെട്രോൾ വാഹനത്തെക്കാട്ടി ഒരു 1 lakh rupees അടുത്താണ് ഒരു പ്രൈസ് ഹൈക്ക് ഈ ഒരു CNG പതിപ്പിന് വരുന്നത്. ഇതിലേക്ക് വരുന്ന സമയത്ത് 990 റേഞ്ചിൽ ഓൺ റോഡ് വരും ഈ ഒരു ഏറ്റവും ബേസ് മോഡൽ വാഹനമാണ്. 10 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ. ഇതിൻ്റെ തന്നെ സെക്കൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 1 ലക്ഷം രൂപ കൂടി എക്സ്ട്രാ വരുന്നത്, അതായത് 1090 റേഞ്ചിൽ നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് വരും ഇതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് CNG വാഹനം വേണമെങ്കിൽ. അപ്പോൾ അടുത്തൊരു കാര്യം നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഏറ്റവും ഒരു എന്താ പറയുക ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ബേസ് മോഡൽ വാഹനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്നൊരു 1 അല്ലെങ്കിൽ 1.10 റേഞ്ചിലായിരിക്കും നമുക്കൊരു ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. ഒരു പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ട്രാക്കൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല, അപ്പം ഇത്രയും ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെയും ഒരു പക്ഷേ നിങ്ങൾക്ക് ഇറക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ പറഞ്ഞേക്കുന്നത് ഒരു നോർമലി ഒരു കസ്റ്റമർക്കാണെങ്കിൽ ഈ ഒരു 1 lakh rupees റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് ഈ CNG വാഹനത്തിന് വേണ്ടി വരും. പിന്നെ 8 വർഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം നമുക്ക് അവൈലബിൾ ആണ്. ഈ 8 വർഷം ചെയ്യുന്നത് ബജാജ് ഫിനാൻസ് ആണ്. നമുക്ക് 8 വർഷം വരുന്നത്. അതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു പെർ ലാക്ക് 1500 രൂപ റേഞ്ചിൽ നമുക്ക് 8 വർഷത്തേക്ക് ഫിനാൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു സാധാരണക്കാരൻ നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 വർഷം വെച്ചാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വലിയ എന്താ പറയുക റിസ്ക് ഇല്ലാത്ത രീതിയിൽ EMI അടഞ്ഞു പോകും. ഒരു 13 അല്ലെങ്കിൽ ഒരു 13,500 റേഞ്ചിലൊക്കെ ആയിരിക്കും ഇതിന് എന്താ പറയുക ഒരു മന്ത്ലി EMI വരുന്നത്. ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1500 അല്ല അതിൽ താത്തും നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്കൊരു 1450 റേഞ്ചിലൊക്കെ നമുക്ക് പെർ ലാക്കിന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെ കൊണ്ട് കുറച്ചുകൂടി എമൗണ്ട് അടയ്ക്കാൻ പറ്റുമെങ്കിൽ 8 വർഷം വെക്കേണ്ട ആവശ്യമില്ല. 5 വർഷത്തേക്ക് 4 വർഷത്തേക്ക് വെച്ച് ഫിനാൻസ് പെട്ടെന്ന് ക്ലോസ് ചെയ്യുക. അതല്ല നിങ്ങൾക്കത് പറ്റത്തില്ല, കുറച്ച് വലിയ വണ്ടി വേണം, ഈ ഒരു ഫ്രോൺസ് എന്നൊരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ 8 വർഷത്തേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് മൈലേജ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്നത്. ഇനി ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് ഇതിനൊരു ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു പെട്ടെന്നൊരു ബേസ് മോഡലാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഈ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് വെച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. കാര്യം തൊട്ടടുത്ത വേരിയൻസിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഈ ഒരു ടൈപ്പുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ഇതിലേക്ക് ഒരു സമയത്ത് ഈ ഒരു ബേസ് മോഡലിൽ തന്നെ പ്രൊജക്ട് ടൈപ്പ് ഹെഡ്ലാമ്പ് യൂണിറ്റ് കമ്പനി നൽകിയിട്ടുണ്ട്. ആ ഒരു പ്രൊജക്ട് ടൈപ്പ് ഹെഡ്ലാമ്പ് യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. DRLO കാര്യങ്ങളൊന്നും നമുക്ക് ബേസ് മോഡലിൽ വരുന്നില്ല. അതാണ് ഈ ഒരു പോർഷനിലായിട്ട് ടേൺ ഇൻഡിക്കേറ്ററും പാർക്ക് ലൈറ്റിൻ്റെ ഓപ്ഷനുമാണ് നൽകിയിട്ടുള്ളത്. തൊട്ടടുത്ത വേരിയൻറ്റ് മുതൽ നമുക്ക് നിങ്ങൾ കണ്ടില്ല LED ലൈറ്റ്, അതായത് 3 ചേമ്പറായിട്ട് വരുന്ന രീതിയിലാണ് ആ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് വരിക. ബേസ് മോഡലിലാണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗ്രില്ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുണ്ട്. ആ ഒരു ക്രോം എലമെൻ്റൊക്കെ ആ ഒരു ബേസ് മോഡലിൽ തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്. സുസുക്കിയുടെ ലോഗോ വലിപ്പത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഗ്ലോസി എലമെൻ്റ് ഒന്നും അല്ല ഗ്രില്ലിൽ വരുന്നത്, ചെറിയൊരു മാറ്റ് ഫിനിഷാണ് ഗ്രില്ലിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു താഴ്ഭാഗത്ത് നമുക്ക് ആ ഒരു ഗ്ലോസി എലമെൻറ്റ് നൽകിയിട്ടുള്ളത് കാണാം. അതുകൊണ്ട് തന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, ഇപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ട് ബേസ് മോഡൽ എടുക്കുന്നവർ കൊണ്ടുപോയി ആക്സസറീസ് ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ചില വാഹനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോസി എലമെൻറ്റ്, ആ ഒരു ക്ലാഡിംഗ് ഒന്നും ചില വാഹനങ്ങൾ കാണാറില്ല. ചെറിയൊരു എയർഡാം യൂണിറ്റും വരുന്നുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഒരു ഫ്രണ്ട് പോർഷനിൽ ഈ വാഹനത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വരുന്നില്ല. ഇതിനകത്ത് എന്തെങ്കിലും അക്സസറീസോ ക്ലാഡിങ്ങുകളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ നിന്ന് തന്നെ ഡെലിവറി സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ ഫ്രണ്ടിൽ പറയാനായിട്ട്. ഫുഡിൻ്റെ പോർഷനിലൊക്കെ ക്യാരക്ടർ ലൈൻസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നൽകി. സൈഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു ബേസ് മോഡൽ ആയതുകൊണ്ടാണ് ഈ ഒരു ഫെൻഡറിലായിട്ട് ആ ഒരു ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത്. തൊട്ടടുത്ത വേരിയൻറ്റ് മുതൽ നമുക്ക് ആ ഒരു മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ വരും. അതേപോലെ തന്നെ ബോഡി കളറുമായിരിക്കും മിറർ വരുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ബേസ് മോഡൽ ആയതുകൊണ്ട് ഇത് ബോഡി കളറല്ല ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അതും ചെറിയ എമൗണ്ട് മതി. അതും നമുക്ക് ഡെലിവറി സമയത്ത് തന്നെ ഷോറൂമിൽ തന്നെ നിങ്ങൾക്ക് അത് ബോഡി കളറിലേക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഡോർ ഹാൻഡിലും ബ്ലാക്ക് കളർ തന്നെയാണ്. അതും വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ക്രോം എലമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ആക്സസറീസ് ആയിട്ട് വാങ്ങി ആഡ് ചെയ്താൽ മതിയാവും. വേറെ കാര്യങ്ങൾ ആ സൈഡിൽ വരുന്നില്ല. ക്ലാഡിംഗ് ഒക്കെ നമുക്ക് സൈഡിലായിട്ട് നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുള്ളത് കാണാം. വീൽ കപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ചില വാഹനങ്ങളിൽ ബേസ് മോഡലിൽ വീൽ കപ്പ് നൽകാറില്ല. ഇതിനകത്ത് വീൽ കപ്പ് അവർ നൽകിയിട്ടുണ്ട്. ടയർ സൈസ് വരുന്നത് ഏകദേശം ഒരു 16 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് കമ്പനി നൽകിയിട്ടുള്ളത്. 190 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഫെൻഡർ നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്യാരക്ടർ ലൈൻസ് നമുക്ക് ആ ഒരു ഫെൻഡറിലായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വേറെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റൂഫ് റെയിൽ നൽകി. അത് നല്ലൊരു കാര്യം തന്നെയാണ്. എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. റൂഫ് റെയിൽ അവിടെ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്ലാഡിംഗ് ഒക്കെ പോയിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ ലെങ്തിലേക്ക് കിടക്കാം. ഒരു 3995 mm ലെങ്ത് ഉണ്ട്. 1765 mm വിക്ത് വരുന്നുണ്ട്. 1550 mm ഹൈറ്റും 2520 mm വീൽ ബേസും വാഹനത്തിന് വരുന്നുണ്ട്. 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത്. ഓൾറെഡി നമ്മൾ സംസാരിച്ചു. നമ്മളൊരു ഫ്രണ്ടറിൻ്റെ പോർഷനിൽ ക്യാരക്ടർ ലൈൻസ് കണ്ടതുപോലെ തന്നെ ഈ ഒരു റിയർ പോർഷനിൽ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ഒക്കെ കാണാം. ചെറിയൊരു കോട്ട ഗ്ലാസ് ഒക്കെ നൽകിയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാനായിട്ട്. അവിടെ തന്നെ റിയർ സൈഡിലേക്ക് വരാം.
നമ്മൾ റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഡിഫോഗർ ലൈൻ നമുക്ക് ഈ ഒരു ബേസ് മോഡൽ അവൈലബിൾ ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഡിഫോഗർ ലൈൻ നൽകിയിട്ടുണ്ട്. സ്പോയിലർ ഇൻബിൽഡായിട്ട് സ്പോയിലർ നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, അത് മാത്രമല്ല ഷാർഫിൻ ആൻറ്റിനയാണ് ബേസ് മോഡലിൽ അവർ നൽകിയിട്ടുള്ളത്. LED ടെയിൽ ലാമ്പ് യൂണിറ്റൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വേറെ റിവേഴ്സ് ക്യാമറയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഈ ഒരു ബേസ് മോഡലിൽ നമുക്ക് കിട്ടില്ല. നമ്മളത് ഫ്രണ്ടിൽ കണ്ട ആ ഒരു ഗ്ലോസി എലമെൻറ്റ്, അതായത് ക്ലാഡിങ്ങിനാണ് ഈ ഒരു റിയർ സൈഡിൽ അവർ നൽകിയിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ് സെൻസർ, അതൊക്കെ എല്ലാ വാഹനത്തിലും ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫ്രോൺസ് എന്നൊരു ബ്രാൻഡിങ്ങും സുസുക്കിയുടെ ലോഗോയും നൽകിയിട്ടുണ്ട്. വേറെ യാതൊരുവിധ കാര്യങ്ങളും റിയർ പോർഷനിൽ പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. CNG ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചെറിയൊരു ബ്രാൻഡിങ്, അതായത് സ്റ്റിക്കർ വർക്കാണത്. അതെല്ലാ CNG വാഹനങ്ങളും വരുന്നതാണ്. ഇതുകൊണ്ടേ നമുക്ക് ഒരു പുറമേ നിന്ന് ഇതൊരു CNG വാഹനമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതുകൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. പിന്നെ ഓടിക്കുന്ന സമയത്തും അറിയാനായിട്ട് പറ്റും. പവറിനകത്ത് ചെറിയൊരു വ്യത്യാസം വരും. പെട്രോൾ മോഡൽ പോലെ അല്ല CNGയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ചെറിയൊരു പവർ ലോസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഓടിക്കുന്ന സമയത്തും നമുക്ക് അറിയാനായിട്ട് പറ്റും. അകത്തേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ ഇത് തന്നെയാണ്. ഈ ഒരു രീതിയിലാണ് ആ ഒരു എന്താ പറയുക, ആ ഒരു റിയർ സൈഡ്, ആ ഡിക്കി പോർഷൻ കമ്പനി പ്ലേസ് ചെയ്തേക്കുന്നത്. ഈ ഒരു രീതിയിൽ അവർ സ്പെയർ ടയർ പ്ലേസ് ചെയ്തു. അപ്പോൾ സ്പെയർ ടയർ എടുക്കുന്നത് പ്രത്യേകിച്ച് ശ്രമകരമായ ഒരു ജോലിയല്ല. നമുക്കത് വളരെ പെട്ടെന്ന് എടുക്കാം. ചെറിയൊരു കവറിങ് അവർ നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുറത്ത് അക്സസറീസ് ആയിട്ടോ അല്ലെങ്കിൽ ഷോറൂമിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കിവിടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബാഗും കാര്യങ്ങളും 1-2 ബാഗോ കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം. ബൂട്ട് സ്പേസ് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഇവിടെ ശകലം സ്പേസ് ഉണ്ട്. നമുക്ക് അഥവാ എന്തെങ്കിലും ബാഗോ കാര്യങ്ങളോ വെക്കണമെങ്കിൽ നമുക്ക് ശകലം കുറച്ച് കൺജസ്റ്റഡ് ആണ്. അതൊന്നും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ 60-40 സ്പ്ലിറ്റിംഗ് നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. സീറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടതിന് ശേഷം വേണമെങ്കിലും 2 പേരൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുപോകാം. പാർസൽ ട്രേ വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക. പാർസൽ ട്രേ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ വരെ കവർ ചെയ്ത് നിൽക്കും. അപ്പോൾ അതിന് മുകളിലേക്ക് സാധനം വെക്കാനായിട്ട് പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കവറിങ്ങോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ മുതൽ നിങ്ങൾക്ക് ലഗേജും കാര്യങ്ങളും വെക്കാനായിട്ട് പറ്റും. വലിയ കുഴപ്പമില്ല. അത്യാവശ്യം 2-3 പെട്ടിയൊക്കെ നമുക്ക് വെച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. വേറെ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു പോർഷനിൽ പറയാനായിട്ട് പെട്രോൾ ഓപ്ഷൻ നമുക്ക് വാഹനത്തിൽ അവൈലബിൾ ആണ്. ഏകദേശം 37 ലിറ്റർ അടുപ്പിച്ച് പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി നമുക്ക് വരുന്നുണ്ട്. CNG ടാങ്കിന് നമ്മൾ പറഞ്ഞില്ല, 55 ലിറ്ററാണ് ഈ ഒരു CNG ടാങ്കിൻ്റെ കപ്പാസിറ്റി. ലിറ്റർ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് CNGയുടെ നമുക്ക് ലിറ്ററിൽ പറയാൻ പറ്റത്തില്ല. 55 ലിറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്കൊന്നൊരു 10 കിലോയോളം വരും. 10 കിലോയോളം നമുക്ക് വരുന്നുണ്ട്. എപ്പോഴും നമുക്ക് 10 കിലോ ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് 10 കിലോ ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ചില സമയത്ത് ചില പമ്പുകളിൽ എയറിൻ്റെ പ്രശ്നങ്ങൾ വരും. 8.5, 9 ആ ഒരു റേഞ്ചിലായിരിക്കും ഇതിനകത്ത് ഫില്ലാവുന്നത്. അത് ഈ വാഹനമൊന്നല്ല. ഇനി ഓട്ടോറിക്ഷ ആയാലും ലോറി ആയാലും ഏത് വാഹനമായാലും, ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ ആണെങ്കിൽ നമ്മളൊരു 5 കിലോ കപ്പാസിറ്റിയാണ് പറയുന്നതെങ്കിൽ 4-4.5 റേഞ്ചിലൊക്കെ ആയിരിക്കും അതിനകത്ത് എന്താ പറയുക ഗ്യാസ് നമുക്ക് കയറുന്നത്. കഴിവതും രാവിലെ സമയങ്ങളിലൊക്കെ CNG ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. അതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് പേടിക്കേണ്ട കാര്യമില്ല. കാര്യം അഥവാ CNG തീർന്നു പോയാലോ CNG കിട്ടാനില്ലെങ്കിലോ വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്, ഓൾറെഡി നമുക്ക് പെട്രോൾ ടാങ്ക് ഏകദേശം ഒരു 37 ലിറ്ററോളം കമ്പനി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അകത്തേക്ക് വരാം. എന്നാലും കഴിവൊന്ന് CNG തന്നെ ഓട്ടിക്കാൻ നോക്കുക. കാരണം CNG വാഹനം എടുക്കുന്നത് എന്തിനാണ്? മൈലേജിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അകത്തേക്ക് വരുന്ന സമയത്ത് ഡോർ പാഡ് നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല രസത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതൊരു ബേസ് മോഡൽ ആണെങ്കിൽ പോലും ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ ഉള്ളതാണ്. ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ നൽകി. ചെറിയൊരു ഗ്ലോസി ഫിനിഷ് പോലെ നൽകി. 4 പവർ വിൻഡോ അത് നൽകിയിട്ടുണ്ട്. ഓട്ടോ ഡൗൺ അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഏതെന്ന് നോക്കിക്കോട്ടെ. ഓട്ടോ ഡൗൺ നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോ അപ്പ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു പവർ വിൻഡോയിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു കാര്യം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒരു CNG ആണെന്നുള്ളത്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കിക്കോട്ടെ. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. സ്റ്റിയറിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. നല്ല ചൂടുണ്ട്. വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ട്. ഓക്കെ, നിലവിലിപ്പം ഇത് കണ്ട ഇവിടെ ഒരു സ്വിച്ച് കൺട്രോൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതായത് CNGയിൽ നിന്ന് പെട്രോളിലേക്ക് മാറ്റണമെങ്കിലോ ആ ഒരു രീതിയിൽ നൽകിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക സ്വിച്ച് ഞെക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത്. ഇപ്പോൾ ഇതൊരു CNG വാഹനമാണെന്ന് കണ്ടുപിടിക്കും. പിന്നെ ക്ലസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. കാര്യം എന്താണ്, ആ ഒരു CNGയുടെ ഗേജും വരുന്നുണ്ട്, പെട്രോളിൻ്റെ ഗേജും വരുന്നുണ്ട്. ഇത് നമുക്ക് അകത്തേക്ക് കയറി ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഈ ഡാഷ്ബോർഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു ബേസ് മോഡൽ വാഹനം, അതായത് പെട്രോൾ വാഹനം എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയ ഗ്ലോസി എലമെൻറ്റ് വരുന്നുണ്ട്. ഒരു 2-3 കളേഴ്സിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്. 1, 2, 3, 4 ഏകദേശം 4ഓളം കളേഴ്സാണ്. ഇവിടെ ടോപ്പിലൊരു കളറ്, ഇവിടെ ആ ഒരു രീതിയിൽ ഒരു 3-4 കളേഴ്സിൻ്റെ കോമ്പിനേഷൻ അവർ നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ആ ഒരു കളർ കോമ്പിനേഷൻസ് നൽകിയിട്ടുള്ളത്. ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ല. അത് നിങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു പുറമേ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഷോറൂമിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും ചെയ്യാം. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങളത് ചൂസ് ചെയ്യുക. വേറെ വയർ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്യുക. പുറത്തുനിന്നാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അത്രയും ഉള്ളൂ. സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് വേറെ കൺട്രോൾസോ കാര്യങ്ങളൊന്നുമില്ല. കാര്യം എന്താണ്, ഇതൊരു ബേസ് മോഡലാണ്. സെൻട്രൽ ലോക്ക് നമുക്ക് ഈ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. സുസുക്കിയുടെ ഒരു ലോഗോ നൽകിയിട്ടുണ്ട് സെൻട്രൽ പോർഷനിലായിട്ട്. ക്ലസ്റ്ററിലേക്ക് വരാം. ഈ ക്ലസ്റ്ററിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് CNGയിലേക്ക് വന്ന സമയത്ത് ഒരു മാറ്റം എന്താണ്, ഈ ഒരു പോർഷൻ കണ്ടോ,
നമുക്കതിനകത്ത് പെട്രോളിൻ്റെ ഗേജും നമുക്ക് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ CNG ഗേജ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിലവിൽ ഇപ്പോൾ CNG വാഹനം കിടക്കുന്നത്. CNG ഗേജാണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് പെട്രോളിൻ്റെ ഗേജുമാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ച സ്വിച്ചിൽ, അതാണ് ഈ ഒരു സ്വിച്ചിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ ഇപ്പോൾ CNG കിടക്കുന്നത്. കണ്ട, പെട്രോളിലേക്ക് മാറും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇൻ കേസ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് CNG തീരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കൺവേർട്ട് ആയിക്കോളും. അത് കാറെന്നല്ല, ഒരുവിധപ്പെട്ട എല്ലാ വാഹനങ്ങളിലും അങ്ങനെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആവും. അവിടുന്ന് തന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ നോക്കുന്ന സമയത്ത് AC കൺട്രോൾസിലേക്ക് വരാം. ഈ ഒരു ബേസ് മോഡലാണെങ്കിൽ പോലും മാനുവലി നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ബേസ് മോഡലിൽ പോലും ആ ഒരു ഫീച്ചർ അവർ നൽകിയത്. പണ്ടത്തെ വാഹനങ്ങളെ പോലെ സ്വിച്ചസ് ആ ഒരു രീതിയിൽ കറക്കിയൊക്കെ തിരിക്കുന്ന രീതിയിലൊന്നുമല്ല. ആ ഒരു പ്രീമിയം ലെവലിൽ തന്നെ ആ ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ചെറിയ കാർബൺ ഫൈബർ പോലെ തോന്നുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ഇവിടെ നൽകിയിട്ടുണ്ട്. 12 വാട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് നമുക്ക് കാണാം. വേറെ ചാർജിങ് സോക്കറ്റ്സ് ഒന്നും അവൈലബിൾ അല്ല. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമുക്ക് ആ ഒരു സെൻറ്റർ ടണൽ നോക്കുന്ന സമയത്ത്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. രണ്ട് കപ്പ് ഹോൾഡറും ഫോൺ വെക്കാനുള്ള സ്റ്റോറേജും. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതിപ്പോൾ സേഫ്റ്റി വൈസ് CNG വാഹനങ്ങളിൽ ഒരുവിധപ്പെട്ട എല്ലാ CNG വാഹനങ്ങളിലും സേഫ്റ്റി വൈസ് നൽകാറുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഒരു വാഹനത്തിൽ അത് നൽകിയിട്ടുണ്ട്. ഇതിപ്പോൾ നിലവിൽ പീഡി ചെയ്യാത്ത വാഹനമാണ്. എനിക്കൊന്ന് സീറ്റിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ആയിരിക്കും അത് പ്ലേസ് ചെയ്യുന്നത്. ജസ്റ്റ് അവിടെ ഇട്ടേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ആംബ്രസ്റ്റ് നമുക്ക് അവൈലബിൾ അല്ല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആംബ്രസ്റ്റും റിയർ AC വെൻ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അവർ നൽകി. ബാക്കിലും വരുന്നുണ്ട്, കാണിച്ചു തരാം. ഫ്രണ്ടിലായിട്ട് വേറെ ലൈറ്റ് യൂണിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇവിടെയായിട്ട് മിററും വരുന്നില്ല. ഇവിടെ മിറർ യൂണിറ്റ് വരുന്നില്ല. പിന്നെ ഈ ഒരു മിറർ മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ചില വാഹനങ്ങളിലും ഈ ഒരു നോബ് നൽകാറില്ല മാനുവലി ഈ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട്. ബാക്കി കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയാനായിട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രലൊക്കെ ഉണ്ട്, 4 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഗ്ലോ ബോക്സിൽ അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. വേറെ കൂൾഡായിട്ടുള്ള ഗ്ലോ ബോക്സോ കാര്യങ്ങളൊന്നുമല്ല. മിററിന് അഡ്ജസ്റ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ. ഇതിനകത്ത് ആകെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇപ്പം അത്യാവശ്യമായിട്ടും വരുന്നത്. വേറെ കാര്യങ്ങളൊന്നും നമുക്കിതിനകത്ത് എന്താ പറയുക അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സീറ്റൊക്കെ നോക്കിയാലും കളർ തീമും കാര്യങ്ങളൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. ഇനി നമുക്ക് റിയർ സീറ്റിൽ കയറാം. പിന്നെ ഒരു കാര്യം കാണിച്ചു തന്നില്ല, CNG ഫില്ല് ചെയ്യേണ്ടത്. ഇത് ഈ ഒരു പോർഷനിൽ കൂടി നമുക്ക് പെട്രോളും ഫില്ല് ചെയ്യാം. അതേപോലെ ഈ ഒരു പോർഷനിൽ കൂടി നമുക്ക് CNG ഫില്ല്. രണ്ടും ഒരിടത്ത് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഓപ്പൺ ചെയ്താൽ മതി, വളരെ സിമ്പിളാണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല അവിടെ പറയാം. അകത്തേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു റിയർ പോർഷനിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ല പറയാം. ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു 60-40 സ്പ്ലിറ്റിംഗ് ഈ സീറ്റിന് വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അവർ 3 എണ്ണം നൽകി. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. 3 എണ്ണം വരുന്നത്. അത്യാവശ്യം സ്പേസും വരുന്നുണ്ട്. പുറകിലായിട്ട് ഒരു ചാർജിങ് സോക്കറ്റ് അവർ നൽകി. പിന്നെ കുറച്ച് താന്ന് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് വരുന്നത്. കുറച്ച് ഹൈറ്റുള്ള എനിക്കിപ്പം നിലവിൽ കുഴപ്പമില്ല. ഈ ഒരു റേഞ്ചിൽ സ്പേസ് ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സ്കൂപ്പ് രീതിയിലുള്ള ഡിസൈൻ പാറ്റേണുമാണ് ആ ഒരു സീറ്റിൻ്റെ പുറകിലായിട്ട് അവർ നൽകിയത്. അപ്പോൾ അത്രയും ഉള്ളൂ ഇവിടെ പറയാനായിട്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സ്പേസ് ഒക്കെ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവർ നൽകി. പിന്നെ ഫ്യൂൽ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു. ഏലേ കൂടെ ആണെന്നുള്ളത് നമ്മൾ കാണിച്ചു. നമുക്ക് നേരെ എഞ്ചിനിലേക്ക് വരാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ എഞ്ചിനിലേക്ക് വരാം. ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ അവർ നൽകിയിട്ടുണ്ട്. ഇതൊരു CNG വാഹനമാണ് എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്കറിയാം. ജസ്റ്റ് അടുത്തേക്ക് വരാം. താഴ്ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു എഞ്ചിൻ്റെ അടിയിലായിട്ട് കവറിങ്ങും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. മോശമല്ലാത്ത രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പവർ ഫിഗർ, അതായത് പെട്രോൾ മോഡലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 90 PS 113 NM ആണ് വരുന്നത്. പക്ഷേ CNG ആണെങ്കിലോ 90 PS പെട്രോളിന് കിട്ടുമ്പോൾ CNG നമുക്ക് 78 PS കിട്ടുകയുള്ളൂ. പെട്രോൾ മോഡലിന് 113 NM ടോർക്ക് കിട്ടുമ്പോൾ CNG പതിപ്പിന് 99 NM നമുക്ക് ടോർക്ക് കിട്ടുകയുള്ളൂ. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മൈലേജിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 21.8 പെട്രോൾ മൈലേജ് നമുക്ക് വരുന്നത്. CNG ആണെങ്കിൽ 28.51 മൈലേജ് നമുക്ക് വരുന്നുണ്ട്. 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് വാഹനത്തിൽ നമുക്ക് വരുന്നത്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു എന്താ പറയുക എഞ്ചിൻ ബേയെ കുറിച്ച് ഒന്നും തന്നെ നമുക്ക് പറയാനായിട്ട് വരുന്നില്ല. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു എഞ്ചിൻ ബേ തന്നെയാണ്. CNG വാഹനമാണ് എന്നും പറഞ്ഞുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. വൈപ്പറിൻ്റെ വാട്ടർ ഫില്ല് ചെയ്യേണ്ടതും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. സാധാരണക്കാരന് നോക്കിയാലും മനസ്സിലാവാവുന്ന കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ടെക്നിക്കൽ പരമായിട്ട് ഇപ്പോൾ സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യം ബാറ്ററിയുടെ കാര്യങ്ങൾ നോക്കാനും ടെർമിനൽ നോക്കാനും ഫ്യൂസൊക്കെ നോക്കാനും അതൊക്കെ നമുക്ക് അറിയാവുന്ന രീതിയിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. വേറൊന്നുമില്ല പറയാൻ. ഇപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ കാര്യം ഇതൊരു ബേസ് മോഡലുമാണ്, അതേപോലെ CNGയുമാണ്. നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറൊന്നുമില്ല ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. ഓൾറെഡി ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ CNG എടുക്കാൻ നിൽക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം ഞാൻ വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.